രാമായണ ചിന്ത. ആദർശവാനായ ഒരു ഉത്തമ മനുഷ്യനാണ് വാൽമീകി രാമായണത്തിലെ രാമൻ എങ്കിൽ മനുഷ്യൻ്റെ ധർമ്മനിഷ്ഠയാകുന്ന അതിർത്തിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഈശ്വരനാണ് അധ്യാത്മരാമായണത്തിലെ രാമൻ. വിവിധ കഥാപാത്രങ്ങളിലൂടെ മനുഷ്യനും ഈശ്വരനും തമ്മിലുള്ള ബന്ധത്തെ പല പല രൂപത്തിൽ ചിത്രീകരിക്കുന്ന ഒരു ആധ്യാത്മിക ഗ്രന്ഥമാണ് അധ്യാത്മരാമായണം. ജനങ്ങളിൽ ആധ്യാത്മിക ജ്ഞാനം വളർത്തുന്നതിനും ഭക്തി വർദ്ധിപ്പിക്കുന്നതിനും സദാചാരനിരതമായ ജീവിതത്തെക്കുറിച്ചുള്ള പൂർണ്ണബോധം ഉണർത്തുന്നതിനും ആണ് എഴുത്തച്ഛൻ അധ്യാത്മരാമായണം കിളിപ്പാട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ലക്ഷ്യം നിറവേറ്റുന്നതിൽ ആകൃതി അവിടെ കളിയാടുന്നു. അഭൂതപൂർവമായ വിജയം കൈവരിച്ച് ഇരിക്കുന്നു ഇതിൻ്റെ ഈ കൃതിയുടെ രഹസ്യത്തിൽ. ഇന്നും ആധ്യാത്മിക ഗ്രന്ഥം എന്ന നിലയിൽ രാമായണം കിളിപ്പാട്ടിനുള്ള സ്ഥാനം വളരെ വലുതാണ്. ഈ വിജയത്തിന് സഹായകമായ മറ്റൊരു ഘടകമാണ് ഭാഷാശൈലി. എഴുത്തച്ഛൻ്റെ കൃതികളിൽ ഉടനീളം ഇത് കാണുകയും ചെയ്യാം. മാതലി അരുളി ചെയ്തതനുസരിച്ച് രാമൻ മാതലിയോട് തേര് തെളിയിക്കുവാൻ പറഞ്ഞതനുസരിച്ച് തേര് വളരെ വേഗത്തിൽ അവിടുന്ന് സഞ്ചരിച്ചു. യുദ്ധകാണ്ഡത്തിലെ രാവണവധത്തിൽ എത്തി നിൽക്കുമ്പോൾ അവിടെ ഉഗ്രൻ ഒരു അതിവിപുലമായ ഒരു യുദ്ധ സന്നാഹം കൊണ്ട് പൊടിപടലം അന്തരീക്ഷത്തിൽ ഉയർന്നു പൊങ്ങുന്നു. തേരുകളുടെ വേഗത കൂടിക്കൊണ്ടിരിക്കുന്നു. ശരങ്ങൾ വിസ്മയം പൂണ്ടതായിട്ട് കാണുന്നു ശരപ്രവാഹത്തെ. അങ്ങനെ ആ രാവണൻ്റെ കൊടിമരം ഖണ്ഡിച്ച് ഭൂമിയിലിടുകയാണ് ദശരഥപുത്രനായ രാമൻ. ശ്രീരാമ രാമ രാമ